പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവപുരുഷനായ മോശയിലൂടെ ദൈവജനത്തിൽ എങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, ഇത് നമ്മൾ തുടർന്നും കാണുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന പാഠത്തിന് തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് പുറപ്പാടിൻ്റെ വഴികൾ എന്നുള്ളതാണ്. പുറപ്പാടിൻ്റെ വഴികൾ, ദ വേസ് ഓഫ് ദ ഡിപ്പാർച്ചർ, ദ വേസ് ഓഫ് ദി എക്സോഡസ്. എവിടെ നിന്ന് എവിടേക്ക്? മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്ക്, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്. ആരാണ് ഈ വഴിയിൽ നാഥനായി നടത്തിപ്പുകാരനായി ഉണ്ടാവുക? യഹോവയായ ദൈവം തന്നെയാണ്. യഹോവയായ ദൈവം ആരെ നയിക്കുന്നു? ദൈവജനത്തെ നയിക്കുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായി ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്? ദൈവപുരുഷനായ മോശയെ. എപ്പോഴും ഇത് പുറപ്പാടിൻ്റെ വഴിയിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ആളുകളാണ്, വ്യക്തികളാണ്. സർവശക്തനായ ദൈവമാണ് നായകനും നടത്തിപ്പുകാരനും. ദൈവത്തിനു വേണ്ടി ദൈവസാന്നിധ്യമായി എപ്പോഴും ഉണ്ടാവുക ദൈവം തിരഞ്ഞെടുക്കുന്ന ദൈവപുരുഷനാണ്. ഇവിടെ ദൈവപുരുഷനായ മോശ നയിക്കപ്പെടുന്നത് ദൈവജനവും. ഇത് നമ്മൾ പുറപ്പാടിൻ്റെ വഴിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി നാം എപ്പോഴും കാണുകയാണ്. സൂചിപ്പിച്ചതുപോലെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്കാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള യാത്രയാണ്. സൂചിപ്പിച്ചതുപോലെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, ഫ്രം സ്ലേവറി ടു ഫ്രീഡം. ഈ ഒരു വഴിയിൽ നമുക്ക് ഇസ്രായേൽ ജനത്തോടൊപ്പം സഞ്ചരിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷ എപ്പോഴും ദൈവജനമായി ഇസ്രായേലിനുണ്ടായിരുന്നതായി നമുക്ക് കാണാനാവും. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഇസ്രായേലത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയില്ല എന്നാണ്. എന്താണ് ഈ മേഘസ്തംഭവും അഗ്നിസ്തംഭവും? ദ പില്ലർ ഓഫ് ക്ലൗഡ് ആൻഡ് ദ പില്ലർ ഓഫ് ലൈറ്റ്. എന്താണത്? മേഘസ്തംഭം ഇസ്രായേൽ ജനത്തിന് നടന്നു പോവേണ്ടത് മരുഭൂമിയിലൂടെയാണ്, കൊടും ചൂടിലൂടെയാണ് പോകേണ്ടത്. അങ്ങനെ നടക്കുന്ന ജനത്തെ സംരക്ഷിക്കുവാൻ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നതാണ്, ദൈവം പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നതാണ് മേഘസ്തംഭം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. രാത്രിയാവുമ്പോൾ കൊടും രാത്രിയാണ്, ഇരുട്ടാണ്. അവിടെ ഇസ്രായേൽ ജനത്തിന് സംരക്ഷയായി, വഴിയായി, വെളിച്ചമായി അഗ്നിസ്തംഭവും ഉണ്ടാവും. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തിലാണ്
മേഘസ്തംഭത്തെ സംബന്ധിച്ചും അഗ്നിസ്തംഭത്തെ സംബന്ധിച്ചും പരാമർശിക്കുന്നത്. 22-ാം വാക്യത്തിൽ അത് കുറച്ചുകൂടെ എന്താണ് ഇതിൻ്റെ അർത്ഥം? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ദൈവജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയില്ല. എന്താണതിൻ്റെ അർത്ഥം? ദൈവ സാന്നിധ്യം ദൈവജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയില്ല എന്നാണ്. ഈ ജീവിതം ഒരു യാത്രയാണ്. എപ്പോഴും തിന്മകളുടെ ശക്തമായ പ്രലോഭനങ്ങൾ, തിന്മയുടെ വശീകരിക്കുന്ന സാധ്യതകൾ ഉണ്ടാവാനുള്ള സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ദൈവമക്കളെ വഴി നടത്തുന്നത് ദൈവ സാന്നിധ്യമാണ് എന്നുള്ളതാണ്. മേഘസ്തംഭവും അഗ്നിസ്തംഭവും പ്രതീകങ്ങളായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു. അല്ല, ഈ പുറപ്പാട് തന്നെ ഒരു വലിയ പ്രതീകമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുക. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സൈൻ ഹൗ ദ പീപ്പിൾ ഓഫ് ഗോഡ് ലിവ് ദെയർ ലൈഫ്. അവരെങ്ങനെയാണ് അവരുടെ ജീവിതം. ദൈവവചനം നമ്മളോട് പറയുക, ഇറ്റ് ഈസ് എ മാർച്ച് ടുവേർഡ്സ് ഗോഡ്, വിത്ത് ഗോഡ്, ടുവേർഡ്സ് ദ ഫ്രീഡം given by God to the land of God from the land of slavery. ഇത് നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ സൂക്ഷിച്ചു കൊള്ളണം. നമ്മളുടെ മുമ്പിലുള്ള വഴിയിൽ ധാരാളം തിന്മയിലേക്കുള്ള ആകർഷണങ്ങളുണ്ട്. തിന്മയുടെ ശക്തി എപ്പോഴും നമ്മളുടെ ജീവിതത്തെ ദൈവ വഴിയിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകുവാനുള്ള സാധ്യതയുണ്ട്. അപകടങ്ങളുടെ സാധ്യതയുണ്ട്. അതിൽ നിന്നുള്ള സംരക്ഷ ഉണ്ടാവേണ്ടതുണ്ട്. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷ നമുക്ക് ആവശ്യമുണ്ട്. പ്രേരണകൾ, വശീകരണങ്ങൾ, ആകർഷണങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ഈ പാഠത്തിലൂടെ പ്രത്യേകമായി അടിവരയിടുന്നത് നമ്മളുടെ ഓരോ ചുവടുവയ്പ്പും, ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ ഘട്ടങ്ങളിലും അവസ്ഥകളിലും എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം. ഇതൊരു പുറപ്പാടിൻ്റെ വഴിയിലൂടെയാണ് നാം എന്ന്. ഈ പുറപ്പാടിൻ്റെ വഴിയിൽ എപ്പോഴും തിന്മയുടെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ആകർഷണങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു the awareness of the evil confronting in our life, attracting us and deviating us from the right path. ഇത് പല പ്രാവശ്യം പല സന്ദർഭങ്ങളിലായി നാം കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ നമ്മളുടെ മനസ്സിൽ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മോടൊപ്പം ദൈവത്തെ നമ്മൾ മുറുകെ പിടിച്ചു കൊള്ളണം. ദൈവ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ ജീവിതം ഒരു യാത്രയാണെന്നും ആ യാത്ര ക്ലേശപൂർണമായ വഴികളിലൂടെയാണെന്നും, പക്ഷെ അടിസ്ഥാനപരമായി അത് തിന്മയിൽ നിന്ന് നന്മയിലേക്കാണ് നമ്മളെ എത്തിക്കുന്നതെന്നും, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ കരം പിടിച്ച് ദൈവം കൊണ്ടുപോകുന്നതെന്ന് ഓർത്തുകൊള്ളണം. പക്ഷേ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും എന്ന പോലെ യഹോവയായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. നാം അത് മുറുകെ പിടിച്ചു കൊള്ളണം. ഈ പുറപ്പാടിൻ്റെ വഴികളിൽ ഇനിയുമുള്ള ദിവസങ്ങളിൽ നമുക്ക് പാഠങ്ങളായി നാഴികക്കല്ലുകൾ എന്താണ്, ഈ വഴിയിലെ ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ ഏതാണെന്നും കൂടെ നമുക്ക് അന്വേഷിക്കാം. കുഞ്ഞുങ്ങളെ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായവും 14-ാം അധ്യായവും ശ്രദ്ധയോടെ ഒരു ഗ്രഹപാഠമായി നിങ്ങൾ വായിക്കുമെങ്കിൽ അത് നന്നായിരിക്കും എന്നും കൂടെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഈ യാത്രയിൽ, ജീവിതയാത്രയിൽ, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള യാത്രയിൽ
എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.